ഹലോ, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണം. എനിക്ക് സുഖാണ്. കുറച്ച് നാളായി നിങ്ങളെല്ലാം കണ്ടിട്ട്. നിങ്ങളൊരു വ്ളോഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിന് എന്താ സ്പെഷ്യൽ എന്ന്. ഓണത്തിന് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷെ പെട്ടെന്ന് എല്ലാവരും കൂടെ ഒത്തുകൂടിയപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു സംഭവമാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. അപ്പൊ രാവിലെ ഉറക്കണിറ്റു ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവർ പണി തുടങ്ങി. പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് പൂ തലേ ദിവസം മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൂടെ ഇങ്ങനെ ഇളക്കിയിടാണ്. അപ്പോഴേക്കും എന്റെ മൂത്ത മാമി വന്നിട്ട് വാവയ്ക്ക് പുതിയ ഡ്രസ്സ്, കാരണം ആദ്യത്തെ ഓണമാണ് വാവയുടെ. അപ്പൊ അതിന്റെ കുറച്ച് പരിപാടി, അപ്പൊ കുറെ ഫോട്ടോസ് എടുക്കും. അപ്പൊ എന്തായാലും ഹെവി ആയിട്ട് ഒരുങ്ങും. ആദ്യം തന്നെ വല്യമ്മ പറഞ്ഞു പെട്ടെന്ന് കുളിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് വരാം. അങ്ങനെ അമ്പലത്തിൽ പോയി പോകുന്നതിന് മുമ്പ് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചു, പൂ ഇളക്കുന്നത് ഒക്കെ. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെ അമ്പലത്തിൽ പോവാൻ ഞാൻ ഇറങ്ങി. അനിയന്മാരൊന്നും കുളിച്ചിട്ടില്ല. അപ്പോഴേക്കും അവർ കുളിച്ച് റെഡിയായി. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വന്നു ആദ്യം. അതിനുശേഷം ഇവന്മാരും പോയി. എന്നിട്ട് എന്താ പറയാ, ഇന്ന് വാവേന്റെ ആണല്ലോ ആദ്യത്തെ ഓണം. വാവ ഉറങ്ങുകയാണ്. വല്യമ്മ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വാവേനെ കുളിപ്പിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവരും അമ്പലത്തിൽ പോവാൻ റെഡിയായി നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇവരെല്ലാരും കൂടെ അമ്പലത്തിൽ പോയി. അതെന്റെ അനിയനാണ്, അറിയാലോ. ഇതെന്റെ വേറൊരു അനിയനാണ്, അതറിയാലോ. അറിയില്ലല്ലോ, ഇത് എന്റെ വേറൊരു അനിയനാണ്. ഈ അനിയനാണ് അത്തപ്പൂന്റെ ഡിസൈൻ വരച്ചത്. പിന്നെ ഞാൻ, എന്റെ അനിയൻ, പിന്നെ ഈ അനിയന്റെ മൂത്ത മാവന്റെ ഓരാണ്. അപ്പൊ ഈ നമ്മളെല്ലാരും കൂടെ ചേർന്ന്, അമ്മയും എല്ലാരും കൂടെ ചേർന്നിട്ട് അത്തപ്പൂക്കളർ ഒരുക്കി. അപ്പോഴേക്ക് ചേച്ചിയും റെഡി ആയിട്ട് വന്നു. വാവേന്റെയും ചേട്ടന്റെയും ചേച്ചീന്റെയും ആദ്യത്തെ ഓണം ആയതുകൊണ്ട് ഒരുമിച്ചുള്ള വാവയുടെ ആദ്യത്തെ ഓണം ആയതുകൊണ്ട് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ മൂന്നുപേരും ഫോട്ടോസ് ഒക്കെ എടുത്തു. വാവയുടെ കുറെ ഫോട്ടോസ് എടുത്തു. പിന്നെ എന്റെ വല്യമ്മേനെയാണ് നിങ്ങൾ കുറച്ചു നേരത്തെ കണ്ടത്. പിന്നെ എന്റെ രണ്ടനിയത്തിമാരാണിത്. ഇവര് ഫോട്ടോ എടുക്കാന്ന് വെച്ചിട്ടാണ് പെട്ടെന്ന് വന്നത്. പക്ഷെ ഞാൻ വീഡിയോ ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോ ചിരി. എന്നിട്ട് നമ്മളെ മൂന്നുപേരും ഈ വീഡിയോയിൽ ഫുള്ള് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ബാക്കി എല്ലാരും വാവേനെ ചിരിപ്പിക്കാനുള്ള വെപ്രാളത്തിലാണ്. അപ്പൊ അതിന്റെ കിലുക്ക് ഞാൻ മോഷ്ടിച്ചു ഗൈസ്. എന്റെ അനിയനാണ് എല്ലാവരുടെ ഫോട്ടോസ് ഒക്കെ എടുത്തത്. യെസ്, അവന്റെ ഫോണ് നല്ല അടിപൊളിയാണ്, കുറച്ച് നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. എന്റെ ഐഫോണ് കിണറ്റിലിടേണ്ട സമയമായി. കിടി ഗൈസ്. ഓക്കെ, ആൻഡ് വാവ പിന്നെയും കരഞ്ഞു. അങ്ങനെ വാവേനെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയും ചേട്ടനും കൂടെ പുറകെ നടക്കുകയായിരുന്നു. അങ്ങനെ ഞാനും വല്യമ്മയും കൂടെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടപ്പോഴത്തേക്ക് അനിയൻ ആ സൈഡിൽ നിന്ന് നമ്മുടെ പിക്ക് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു, കുറച്ച് നേരം അഭിനയിക്ക്, കുറച്ച് നല്ല പിക്സ് ഒക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് നമ്മള്. പിന്നെ നമ്മുടെ അത്തപ്പൂവൊക്കെ കഴിഞ്ഞ് പണ്ടാരം അടങ്ങിയിട്ടുണ്ട്, കാരണം നല്ല വെയിലായല്ലോ. അങ്ങനെ നമ്മൾ നിന്നപ്പോഴത്തേനും പിന്നെ അവിടെ ഭാവിമാരുടെ എൻട്രി ആയിരുന്നു. കുറച്ച് ഫോട്ടോസോ വീഡിയോസ് എടുക്കണം, പെട്ടെന്ന് റെഡി ആയിട്ട് വായോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് സാരിയൊക്കെ ഉടുത്ത് റെഡിയായി വന്നു. മാമിയും ചുരിദാറൊക്കെ ഇട്ട് വന്നു. ഇതൊക്കെ പോരെ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം. നമ്മളത് മതി, ഭംഗിയുണ്ടെങ്കിൽ അത് മതി, നമുക്ക് കുറച്ച് ഫോട്ടോസ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ റെഡിയായി. പക്ഷെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതെന്റെ ഇളയ മാമനാണ്. ഓക്കെ, ഹാപ്പി ഓണമൊക്കെ പറഞ്ഞ് വെയിലാണ് നല്ല. ഇതെന്റെ ക്യാമറമാനും. പിന്നെ നമ്മളിങ്ങനെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിരന്നിട്ട് അവര് സീനിയേഴ്സ് ഒക്കെ ഫസ്റ്റ് ഒരു ഫോട്ടോ വേണം മസ്റ്റായിട്ട് എന്നുള്ള കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് അവരത്രയും ഇരുത്തി ഫോട്ടോ എടുത്തു. എന്താ ചിരിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ ചിരിച്ചു. പിന്നെ കുറച്ച് എടുത്ത ഫോട്ടോസ് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ നോക്കുമായിരുന്നു, കൊള്ളാവോ എന്നൊക്കെ. നന്നായിട്ട് അടിച്ചു പൊളിച്ച്. ഞാൻ എന്തോ പറഞ്ഞു വരായിരുന്നല്ലോ ഗൈസ്. കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് പരിപാടിയൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു, അടിപൊളിയാക്കുമായിരുന്നു. സദ്യയൊക്കെ ഒരു വീട്ടിൽ തന്നെ റെഡി ആക്കുമായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല ഗൈസ്. പെട്ടെന്ന് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തതാണ്. അപ്പൊ ഇവരെല്ലാരും റെഡിയായി ഒരുങ്ങിയൊക്കെ വന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ടയേർഡായി. പിന്നെ സദ്യ കഴിക്കണമല്ലോ, സദ്യ കഴിക്കാൻ ഇവരിലേക്ക് അടക്കാൻ പോയി. ഈ വീഡിയോ ഒരിടത്തും വരരുത്, വന്നില്ല ഗൈസ്, ഒട്ടും വന്നില്ല. അങ്ങനെ ഇതെന്റെ എപ്പോഴും ഞാൻ പറയുന്നല്ലേ. അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാനിട്ടിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു വീട്ടിൽ തന്നെ എല്ലാവരും സദ്യ വെച്ച് എല്ലാവരും അടിച്ചു പൊളിച്ച് ഒരുമിച്ചിരുന്നാണ്. പക്ഷെ ഇത് എല്ലാവരും 3 വീട്ടിലും സദ്യയൊക്കെ വെച്ചു. അപ്പോൾ 3 വീട്ടിൽ നിന്ന് അവർ കഴിക്കാന്നുള്ള രീതിയിൽ അവർ അവരുടെ വീട്ടിൽ നിന്ന്, നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന്, അങ്ങനെ സദ്യ എല്ലാം റെഡിയാക്കി. സാമ്പാറൊക്കെ വിളമ്പി. സദ്യ അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണല്ലോ. അങ്ങനെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്നു. വാവേനെ ചേച്ചീൻ്റെ അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ കിടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം വാവ ഒറ്റയ്ക്ക് അവിടെ കിടക്കണ്ടല്ലോ, ആരും ഒറ്റപ്പെട്ട് വരുന്നത്, എല്ലാവരും ഒരുമിച്ചിരിക്കണം, അങ്ങനെ ഒരു മൈൻഡ്. അതിന് പായസമൊക്കെ കൂട്ടി പപ്പട പായസത്തിൽ കുറിച്ച് കഴിക്കാനാണ്. നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും പറഞ്ഞെന്നുള്ളൂ.
ബോളിനെക്കാട്ടി കുറച്ചും കൂടെ ടേസ്റ്റ് പപ്പടം വെച്ച് കഴിക്കുമ്പോഴാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ടയർഡായിരുന്നു, കുറച്ചു നേരം കിടന്നുറങ്ങി. പിന്നെ പറഞ്ഞു നമുക്ക് പ്ലാറ്റ്ഫോമിൽ പോയി ഫോട്ടോസ് എടുക്കാം. അങ്ങനെ നമ്മൾ പിന്നെയും റെഡി ആയി ഗൈസ്. ഞാൻ ചെറുതായിട്ട് ടച്ചപ്പ് ഒക്കെ ചെയ്തു, തലയൊക്കെ ഒന്ന് നേരെ മാറ്റി കെട്ടി, കാരണം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങിയില്ല, ജസ്റ്റ് കിടന്നു. അപ്പൊ അങ്ങനെ ബാക്കിന്ന് അവർ രണ്ടുപേരും ടാറ്റ തരാണ് ഗൈസ്. അവര് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിന്ന്, ഓർമ്മയുണ്ടോ നമ്മുടെ പഴയ വ്ളോഗിൽ എപ്പോഴോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്ലാറ്റ്ഫോമിൽ കയറുന്ന വീഡിയോ എടുത്തിട്ട്. അപ്പൊ നമ്മൾ പിന്നെയും അവിടെ തന്നെ വന്നിട്ടുണ്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ. അപ്പൊ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവര് നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് വന്നു. പാറശാലയിലെ പ്ലാറ്റ്ഫോമിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഫോട്ടോസ് എടുക്കാൻ. കിട്ടിയും ഗൈസ്, ഒരുപാട് തമാശ കൂടുന്നുണ്ട്. അപ്പൊ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും ഫോട്ടോസ് എടുക്കാനായിട്ട് മുകളിലോട്ട് വന്നു. കുറച്ച് പ്രഹസനം. അങ്ങനെ ചേച്ചിയും ചേട്ടന്റെയും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവരടുത്ത് അഭിനയിക്കാൻ പറഞ്ഞതാണ്. അവർ അഭിനയിച്ച് തകർക്കാറ്. അങ്ങനെ വെയിലൊക്കെ താഴ്ന്നപ്പോഴത്തേനും ആണ് നമ്മുടെ മൂത്ത മാമന്റെ ഓണം സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ മാമൻ താഴെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു, പെട്ടെന്ന് വായോ, എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം. അതിന് നമ്മളെല്ലാവരും താഴോട്ട് ഇറങ്ങി. ഇവര് നേരത്തെ ഇറങ്ങി, നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഇവിടെ വന്നു. ഈ ഫോട്ടോസിലൊക്കെ മുഴുവനും വാവേനെ അങ്ങോട്ട് കൊടുക്കുന്നു, വാവേനെ ഇങ്ങോട്ട് കൊടുക്കുന്നു, ആ പരിപാടി. ഇപ്പൊ ഈ ഒരു വീഡിയോ എടുത്തപ്പോഴും പുറകിൽ നടക്കുന്നത് അതൊക്കെ തന്നെയാണ്. അങ്ങനെ ഇത് എന്റെ മൂത്ത മാമൻ, മാമന്റെ മോനാണ് ഇപ്പുറത്തിരിക്കുന്നത്. അപ്പുറത്തിരിക്കുന്നത് എന്റെ അനിയൻ. ബാക്കി എല്ലാരും നിങ്ങൾക്കറിയാം. രാവിലെ ഭയങ്കര റിച്ച് ആയിരുന്നു ഗൈസ്, വൈകിട്ടായപ്പോഴത്തേക്കും പാവങ്ങളായി. അപ്പൊ അത് പറഞ്ഞ് ചിരിക്കായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു നല്ല ഭംഗിയുണ്ട്, ഇപ്പോഴായിരുന്നു കുറച്ചും കൂടെ ഭംഗിയൊന്നിങ്ങനെ. അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുത്തു. പിന്നെ പന്തൽ വിളിക്കാൻ ആൾ വന്നു എന്ന് കേട്ടിട്ടില്ല, അതുപോലെ അത്തപ്പൂക്കൾ അഴിക്കാനായിട്ട് ആൾ വന്നു. ഉറങ്ങിക്കിടക്കായിരുന്ന ആള്. അങ്ങനെ ആളെത്തി പൂക്കളമൊക്കെ അഴിച്ച് മാറ്റി. അങ്ങനെ അവിടെയൊക്കെ ഫുൾ ക്ലീൻ ആക്കി. അങ്ങനെ ഇന്നത്തെ പൊന്നോണം വരവായി സീരീസിലെ സെക്കൻഡ് എപ്പിസോഡ് തീർന്നു. നമ്മുടെ സീരീസ് അവസാനിച്ചിട്ടില്ല, നമുക്ക് ഇനി വീഡിയോസ് ഒക്കെ ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.